35 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് ആദ്യമായി ലീവിന് നാട്ടിലേക്ക് വരുന്ന സമയം ഒമാൻ വഴിയാണ് വരേണ്ടത്. ഒമാനിലെത്തിയപ്പോഴാണ് അന്നത്തെ ദിവസം തിരുവനന്തപുരത്തിന് ഫ്ലൈറ്റില്ല, ഒരു ദിവസം അവിടെ തങ്ങണമെന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നമുക്ക് ഹോളിഡേ ഇൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നമുക്ക് റൂം തന്നു, 5 സ്റ്റാർ ഹോട്ടൽ. ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ഹോട്ടൽ കാണുന്നത് പോലും. പക്ഷേ അന്നത്തെ ദിവസം നാട്ടിലേക്ക് നമ്മളെ എത്തിക്കാത്തത് കൊണ്ട് അവരോടുള്ള വൈരാഗ്യം എന്നോണം റൂമുകളൊക്കെ തുറന്നുവിടുകയും എ സി ഓണാക്കുകയും പൈപ്പുകളെല്ലാം തുറന്നു വിട്ട് വെള്ളമൊക്കെ പാഴാക്കി കളയുകയും എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്താമെന്ന് നോക്കിക്കണ്ട് ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്തിരുന്നു. അറിവില്ലായ്മയുടെ ചില കാര്യങ്ങളായിട്ട് കണ്ടാൽ മതി. പക്ഷേ ഉച്ചയ്ക്ക് ഊണിന് ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്, നമുക്കാരും വിളമ്പി തരുവാനില്ല. വലിയ പാത്രങ്ങളിൽ നിറച്ച് ഇഷ്ടംപോലെ ആഹാര സാധനങ്ങൾ വെച്ചിരിക്കുന്നു, നമ്മൾ തന്നെ പാത്രമെടുത്ത് വിളമ്പി കഴിക്കണം പോലും. ബുഫേ സംവിധാനമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ ഉണക്കക്കുബൂസ് മാത്രം കഴിച്ച് കിടന്നത് കൊണ്ട് ശകലം ആക്രാന്തമുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ പാത്രങ്ങളിൽ 2 പാത്രമെടുത്ത് 2 പാത്രത്തിൽ കൊള്ളാവുന്ന അത്ര വിഭവങ്ങൾ, ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം വാരി ഒരു പാത്രത്തിലെടുത്ത് റൂമിൽ കൊണ്ടുവെക്കുകയും അടുത്ത പാത്രത്തിൽ അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു. പിന്നീട് പോകാൻ നേരത്താണ് ആവോലി വറുത്തത് ഇങ്ങനെ ഒരു പാത്രത്തിലിരിക്കുന്നത് കണ്ടത്. ആദ്യം 2 എടുത്ത് കഴിച്ചിരുന്നു. പിന്നീട് വീണ്ടും ഇതെങ്ങനെ റൂമിൽ കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന ടിഷ്യൂ പേപ്പർ എടുത്ത് അതിൽ നിന്ന് ഒരു 4-5 എടുത്ത് പോക്കറ്റിലേക്ക് തിരുകി റൂമിലേക്ക് കയറുന്ന സമയത്താണ് അവിടെ നിന്നൊരു സുഡാനി വന്ന് ചോദിക്കുന്നത്, എന്താ ഹിന്ദി? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഇന്ത്യക്കാരനാണ്. എന്താ കേരള സാ? ഞാൻ പറഞ്ഞു, അതെ, കേരളക്കാരൻ തന്നെയാണ്. അവൻ പിന്നീട് പറഞ്ഞ 2-3 വാചകങ്ങളുണ്ട്, അതെന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നിരുന്നാലും അവൻ അവസാനം പറഞ്ഞു, കേരള കുല്ലു നെവർ സമക് വാജിദ് ഹുബ്. എല്ലാ കേരളക്കാർക്കും ഏതാണ്ട് മീൻ വലിയ ഇഷ്ടമാണ്. എന്നാലും അവൻ പറഞ്ഞ ചില വാചകങ്ങൾ തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും ഈ അറിവില്ലായ്മയും ആക്രാന്തവും ഒക്കെ ചില സമയങ്ങളിൽ നമ്മളെ അങ്ങ് നാണം കെടുത്തി കളയും.